താരസംഘടനയായ അമ്മയിൽ വിവാദം കൊഴിക്കുന്നതിനിടെ അംഗങ്ങൾക്ക് തുറന്ന കത്തുമായി ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അനുഭവക്കുറവ് മൂലം ചില പിഴവുകൾ ഉണ്ടായതായി കത്തിൽ പറയുന്നു. ഒടുവിൽ സമ്മതിച്ചു അല്ലേ? അത് തിരുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിട്ടിട്ടില്ല. താരസംഘടന നടത്തിവരുന്ന എല്ലാ സേവനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമെന്നും കത്തിൽ പറയുന്നു. നിതിൻ സേവ്യറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ സേവ്യർ, വെരി ഗുഡ് മോർണിംഗ് നിതിൻ സേവ്യർ. ഏതോ ഒരു സിനിമയിൽ സലീംകുമാർ പറയുന്നത് പോലെ ഒടുവിൽ സമ്മതിച്ചു അല്ലേ? കഴിവുകേടാണ് എന്നുള്ളത് തുറന്ന് സമ്മതിച്ച് ഒരു കത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കത്തിൻ്റെ ലക്ഷ്യം ഒരു സഹതാപം പിടിച്ചു പറ്റുക എന്നുള്ളതാണോ? എന്താണ് കത്തിൽ പറയുന്നത് നിതിൻ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. നിലവിൽ താരസംഘടനയിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ വലിയ തോതിൽ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്ന് ശ്വേതാ മേനോൻ അടക്കമുള്ളവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു മാപ്പപേക്ഷ എന്ന് പറയാൻ പറ്റില്ല, ഒരു തുറന്നു പറച്ചിൽ. അത് തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, അത് തങ്ങളുടെ അനുഭവക്കുറവ് മൂലമുണ്ടായ പിഴവുകളാണ് എന്നാണ് അവർ പറയുന്നത്. അതെല്ലാം തിരുത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിന് നിങ്ങളെല്ലാവരും ഒപ്പം ഉണ്ടാകണമെന്നാണ് ഈ കത്തിൽ പറയുന്നത്. താരസംഘടനയുടെ നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിക്കും. മുൻപുണ്ടായിരുന്നത് പോലെ എല്ലാ സംഘടന നടത്തിക്കൊണ്ടുവരുന്ന എല്ലാ പ്രവർത്തനങ്ങളും തുടരുമെന്നാണ് ഇവർ പറയുന്നത്. നേരത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നപ്പോഴും ഒരു തുറന്നു പറച്ചിൽ, അല്ലെങ്കിൽ ഈ കണക്കുകളിൽ ഉണ്ടായ തെറ്റുണ്ടായി എന്ന കാര്യം അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ അംഗങ്ങൾ പരസ്പരം സമ്മതിച്ചിരുന്നു. പക്ഷേ അത് ഉണ്ണി ശിവപാലിന്റെ തലയിലിടാനാണ് അവർ ശ്രമിച്ചത്. ഉണ്ണി ശിവപാലാണ് കണക്ക് തയ്യാറാക്കിയത്. ഉണ്ണി ശിവപാല് മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് കണക്ക് തയ്യാറാക്കിയത് ആരാണെന്ന് തനിക്ക് അറിയില്ല എന്നാണ്. പക്ഷേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയപ്പോൾ അന്ന് ഉണ്ണി ശിവപാൽ അടക്കം 4 പേർ അതിൽ പങ്കെടുത്തില്ല. 8 പേർ മാത്രമാണ് പങ്കെടുത്തത്. അന്ന് ഈ പങ്കെടുത്ത 8 പേർ ഉണ്ണി ശിവപാലാണ് കണക്ക് തയ്യാറാക്കിയത്. കണക്കുകൾ മുഴുവൻ തെറ്റാണ് എന്ന് അവർ അത് സമ്മതിച്ചിട്ടുണ്ട്. ഏതായാലും ശ്വേതാ മേനോൻ അടക്കമുള്ളവർ ഈ ജൂൺ 21-ാം തീയതി നടന്ന സങ്കടകരമായ കാര്യങ്ങളിൽ ആളുകളോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നത് ഞങ്ങൾക്കറിയാം, പക്ഷേ അത് തിരുത്തി മുന്നോട്ട് പോകും. അന്ന് മുതൽ ജൂൺ 21 മുതൽ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്, സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നിന്നു പോയിട്ടില്ല എന്നാണ് ശ്വേതാ മേനോൻ അടക്കമുള്ളവർ ഈ കത്തിൽ പറയുന്നത്. നേരത്തെ ഈ ശ്വേതാ മേനോൻ അടക്കമുള്ളവർ ഓഫീസിലേക്ക് വരാത്തത് മൂലം തന്നെ നിരവധി പ്രവർത്തനങ്ങൾ ഈ സംഘടന നടത്തുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. മരുന്ന് നൽകുന്നതും അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ട്, കൈനീട്ടം നൽകുന്നതും. അത്തരം പ്രവർത്തനങ്ങൾ നിന്നു പോയിരുന്നുള്ള വാർത്ത നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അവർ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നത്. പക്ഷേ അത്തരത്തിൽ പ്രവർത്തനങ്ങളൊന്നും നിന്നു പോയിട്ടില്ല എന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. ജൂൺ 21 ഈ സംഭവം നടന്നതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി നടന്നിട്ടുണ്ട്. ഇനിയും അങ്ങോട്ട് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാമെന്നാണ് ജനറൽ ബോഡിയിലെ മുഴുവൻ അംഗങ്ങൾക്കും അയച്ചിരിക്കുന്ന തുറന്ന കത്തിൽ പറയുന്നത്. പക്ഷേ ഇത് ഇനി എന്താകും ഈ സംഘടന? പ്രത്യേകിച്ച് കോടതിയിലടക്കം നിൽക്കുകയാണ്. മറുഭാഗത്ത് ഇപ്പോഴുള്ള അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങൾ കോടതിയിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇനി മുന്നോട്ട് താരസംഘടനയിൽ സംഭവിക്കുക എന്നത് നോക്കി തന്നെ കാണേണ്ടതാണ് ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ശ്വേതാ മേനോന്റെ കത്താണ് അംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കഴിവുകേട് എന്ന് പറയുന്നത്, അതായത് പരിചയക്കുറവാണ് കഴിവുകേടായിട്ടത് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇനി കാര്യങ്ങളൊന്നും എല്ലാം ഉഷാറായിട്ട് നടക്കും എന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. ഈ കത്ത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ